ഹായ്, എസ് പി അരുളാണോ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണസമിതി അംഗങ്ങളെല്ലാം കൂടി തലസ്ഥാനത്തെ വാട്ടർ അതോറിറ്റിയിലെ ഓഫീസിലേക്ക് ഗേറ്റ് ചാടിക്കടന്ന് കുറച്ച് ക്യാമറകളുമായിട്ടൊക്കെ ചെന്ന് പട്ടി ഷോ ഇറക്കുന്നുണ്ട്. അതായത് സ്വന്തം കഴിവുകേട് വാട്ടർ അതോറിറ്റിയുടെ തോളിൽ കൊണ്ടുവന്ന് ചാരി, പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയുടെ ചുമതലക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കത്തി കയറാമല്ലോ. സ്ത്രീയാണല്ലോ, ഒരു സ്ത്രീയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കേണ്ട പരിഗണനയുണ്ട്. അതൊന്നും ഇല്ലാതെ പട്ടി ഷോ ആയിരുന്നു. പക്ഷേ ആ ഷോ കാണിക്കാൻ ചെന്ന സന്ദർഭത്തിൽ അവർ തിരിച്ച് ചോദ്യങ്ങൾ ചിലത് ചോദിച്ച സന്ദർഭത്തിലും മറുപടി പറഞ്ഞ സന്ദർഭത്തിലും ഉത്തരമില്ലാതായപ്പോൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയോ? ഇതേ നോക്കി. എല്ലാ സ്ഥലത്തും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റില്ലേ? റോഷി അഗസ്റ്റിനില്ലേ? വകുപ്പ് മന്ത്രിക്കില്ലേ? ഡിപ്പാർട്ട്മെന്റിനില്ലേ? ചെയ്യുന്നുണ്ട്. ആ പൈപ്പ് ലൈൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റൂ. മറ്റു സ്ഥലത്ത് അത് ചെയ്യേണ്ടത് നഗരസഭയാണോ? പേപ്പർകാരെല്ലാരും കൂടി കൂട്ടിക്കൊടിച്ച് വെറുതെ ഇല്ല മാഡം അതായത് കഴിവുകേട് നഗരസഭാ ഭരണസമിതിയുടേതാണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ വേനൽക്കാലം കടന്നു വരുമെന്ന് മുൻകൂട്ടി ആരറിയണമായിരുന്നു? ഭരണസമിതി അംഗങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഈ വാട്ടർ ക്ഷാമം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി ഇടപെടൽ നടത്തണമായിരുന്നു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ചൂട് കൂടാൻ സാധ്യത ഉണ്ട്, ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ വെള്ളത്തിന് ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ടെന്ന് ആലോചിക്കണമായിരുന്നു. ആ ആലോചന ഇല്ലായ്മയാണ് ഇവരുടെ ആദ്യത്തെ കഴിവുകേട്. ആ ആലോചന നടത്താതെ ഇപ്പോൾ കുടിവെള്ളം മുടങ്ങിക്കഴിഞ്ഞു. കുടിവെള്ളം മുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ തലയിൽ ക്യാമറകളും കൊണ്ട് ചെന്ന് കയറി ഒരു ഷോ കാണിച്ച് എല്ലാത്തിനും പ്രശ്നക്കാർ അവരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ബേസിക്കലി സംഭവിച്ചതെന്താണ്? അധികാരം കിട്ടിയോണ്ട് എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് ആലോചിക്കുകയാണ് ആദ്യം ഒരു ഭരണസമിതി ചെയ്യേണ്ടിയിരുന്നത്. ഇവരാദ്യം എന്താണ് ചെയ്തത്? ആദ്യം കിട്ടിയ ഉടനെ എന്ത് ചെയ്തു? 40 ദിവസത്തിനകത്ത് വിശ്വ ഗുരുജിയെ ഈ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള പ്രഖ്യാപനം നടത്തി. ആ 40 ദിവസം, ആദ്യത്തെ ഈ പറഞ്ഞ അധികാരം കിട്ടിയ ഉടനെ ഉള്ള 40 ദിവസം അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായിട്ട് ഇവർ എന്ത് ചെയ്തു? ആഘോഷപൂർവ്വം ഇതാ ഞങ്ങളെ വിശ്വ ഗുരുജി അല്ലെങ്കിൽ മോഡിജി വന്ന് അഭിനന്ദിക്കാൻ പോകുന്നു എന്ന പരിപാടിയുടെ പിന്നാലെ ഇവർ പോയി. അതിനുശേഷം അടുത്ത ഒരു മാസം നേരെ ഡൽഹി ട്രിപ്പ് പോയി. നിങ്ങൾക്കറിയോ, ഇവിടെ നിന്ന് ഒരാഴ്ച എടുത്ത് ഡൽഹി ട്രിപ്പ് നടത്തി ഡൽഹി മുഴുവൻ അടിച്ചു കറങ്ങി. വേണമെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡൽഹി ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ 2 മാസം തീർന്നു. അപ്പോൾ 2 മാസം എന്ന് പറഞ്ഞാൽ നവംബറിലാണ് കിട്ടിയത്. നവംബർ കഴിഞ്ഞു, ഡിസംബർ പകുതിയായി, പിന്നീട് ജനുവരി പകുതിയായപ്പോഴാണ് നേരെ കസേരയിലോട്ടൊക്കെ ഭരിക്കാൻ വേണ്ടിയിരുന്നത്. കാര്യം ഇനി അങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മതി, കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതാണല്ലോ കരുതിയത്. കാര്യം ഉദ്യോഗസ്ഥരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം. അതൊന്നും ചെയ്യാതെ, ഒരു പ്ലാനും ഇല്ലാതെ, കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻകൂട്ടി ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ, വേനൽ വരുമെന്ന് പോലും അറിയാതെ കയ്യും കെട്ടി നോക്കിയിരുന്നു. എന്നിട്ട് കുടിവെള്ള പ്രശ്നം വന്നു തുടങ്ങിയപ്പോഴാണ് ആകെ ഒന്ന് ഉണർന്നതിന് ശേഷം വാട്ടർ അതോറിറ്റി അധികൃതരെടുത്ത് പോയി കിടന്ന് ചാടിയിട്ട് കാര്യമുണ്ടോ? അന്ന് ഈ പറയുന്ന പണികളെല്ലാം ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കായിരുന്നു? നഗരസഭയ്ക്കായിരുന്നു. അത് ചെയ്യാതെ ടൂറും കളിച്ച് നടന്ന്, അല്ലെങ്കിൽ നാട്ടിലെ അമ്പലങ്ങളുടെ ഉത്സവ ആഘോഷങ്ങളിലെല്ലാം പങ്കെടുത്ത് നടന്നതിന് ശേഷം കുടിവെള്ള പ്രശ്നം രൂക്ഷമായപ്പോഴാണ് എന്ത് ചെയ്തത്? തലയ്ക്കകത്ത് ആള് താമസം വന്നത്, അല്ലെങ്കിൽ ചിന്താഗതി വന്നത്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? കൈ കഴുകാൻ ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി ഷോ കാണിച്ചാൽ ഇനി അവർക്കും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, എന്തായാലും അത്ഭുതമൊന്നും കാണിക്കാൻ പറ്റുമല്ലോ, തോടിലൂടെ ഒഴുക്കി വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. പൈപ്പ് ലൈൻ്റെ നിർമ്മാണ പൂർത്തീകരണങ്ങളെല്ലാം നടത്തി കൊടുക്കേണ്ടതും നഗരസഭയ്ക്കകത്ത് അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായിരുന്നു? നഗരസഭയ്ക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കാള കളിച്ച് നടന്നതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ പ്രശ്നമാകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളിതാ വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധ സമരം നടത്തി, വാട്ടർ അതോറിറ്റിയാണ് തരാത്തതെന്ന്. ഇത്രയും കാലം വാട്ടർ അതോറിറ്റി തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം കൊടുത്തിരുന്നത്. അതിന് പാരലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നത് കൊണ്ടാണ് ഈ കുടിവെള്ള പ്രശ്നം നേരത്തെ ഉണ്ടായിട്ടില്ലെന്നല്ല, ഇത്രയും രൂക്ഷമായ പ്രശ്നം നേരത്തെ ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തതിന് കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ വേനൽ വരുന്നതിന് തൊട്ട്
മുന്നോടിയായിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭരണസമിതിക്ക് ഒരു കാഴ്ചപ്പാടും ഒരു അറിവില്ലായ്മയുടെയും പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. അതിന് പാവപ്പെട്ട വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ തോളിൽ പോയി കയറിയാൽ തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്യാമറകൾക്ക് മുന്നിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തട്ടിപ്പാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ.